ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയോട് യോജിപ്പിക്കുന്ന വീതി കുറഞ്ഞ ഭൂപ്രദേശമാണ് സിലിഗുരു. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് അഥവാ കോഴിക്കഴുത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ വീതി കുറഞ്ഞ പ്രദേശത്തുകൂടി ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതുവഴി സിലിഗുരുവെ സദാ ജാഗ്രതയിൽ നിർത്തുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഡൽഹിയിൽ നിന്നും 6 മണിക്കൂർ നേരം കൊണ്ട് ബുള്ളറ്റ് ട്രെയിൻ സിലിഗുരിയിലെത്തും. ബംഗാളിലാണ് സിലിഗുരു. ചൈനയും അതോടൊപ്പം തന്നെ സിലിഗുരുവെ അടച്ച് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വെട്ടിമാറ്റാൻ ഗൂഢാലോചന നടത്തിയിരുന്നു. നേരത്തെ സിലിഗുരുവിൽ കനത്ത കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിലിഗുരു ബ്ലോക്ക് ചെയ്ത ഇന്ത്യയിലെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് ചേർക്കുമെന്ന് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി വെല്ലുവിളിക്കുക പതിവായിരുന്നു. പൗരത്വ നിയമത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ JNUവിലെ വിദ്യാർത്ഥി നേതാവ് ഉമർ ഖാലിദും ഇത് തന്നെ പ്രസംഗിച്ചിരുന്നു. സിലിഗുരുവിൽ കല്ലുകൾ കൊണ്ടുവന്നിട്ട് തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും നമ്മൾ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്നും ഉമർ ഖാലിദ് ഭീഷണി മുഴക്കിയിരുന്നു. നിലവിൽ മഹാരാഷ്ട്രയിലെ മുംബൈക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിനും ഇടയിലാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പാത വരുന്നത്. 508 കിലോമീറ്ററുള്ള പാതയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്.